എല്ലാവർക്കും ലേണേഴ്സ് നമ്പർ 1ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ് മാത്തമാറ്റിക്സ് ആദ്യത്തെ പാഠമായ സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠത്തിലെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ നമുക്ക് ഏറ്റവും ലളിതമായി കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, സംഖ്യാശ്രേണികളുടെ ബീജഗണിത രൂപം അഥവാ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് അരിത്തമെറ്റിക് സീക്വൻസസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, write the algebraic expression of counting numbers. എണ്ണൽ സംഖ്യകളുടെ ബീജഗണിത രൂപം കാണുക. എണ്ണൽ സംഖ്യകളുടെ ബീജഗണിത രൂപം കാണുക. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 എക്സെട്ര അല്ലേ? ഇനി ഇതിനെ നമുക്ക് പ്ലേസ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് എഴുതി നോക്കാം. x1 അഥവാ ഒന്നാമത്തെ അല്ലേ, ഒന്നാമത്തെ ഫസ്റ്റ് പ്ലേസ് x1 is equal to 1. രണ്ടാമത്തെ പ്ലേസ് x2 is equal to 2. മൂന്നാമത്തെ പ്ലേസിൽ x3 is equal to 3. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി എന്താവും? കൗണ്ടിങ് നമ്പേഴ്സിന്റെ എൻഡിങ് ഏതായിരിക്കും? xn is equal to n. എണ്ണൽ സംഖ്യകളുടെ ബീജഗണിത രൂപം സമം xn is equal to n. കണ്ടോ? എളുപ്പത്തിൽ ചെയ്തില്ലേ? ഇനി എണ്ണൽ സംഖ്യകളുടെ ബീജഗണിത രൂപം കാണാനായിട്ട് ഒരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി മറ്റൊരു മെത്തേഡിൽ കൂടി ചെയ്ത് നോക്കാം. നമുക്കൊരു കോളം വരച്ചിട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു കോളം വരയ്ക്കാം. 2 സെക്ഷൻ ആക്കാം. അതിൽ ഫസ്റ്റ് പ്ലേസിൽ പ്ലേസ് വാല്യൂ, പ്ലേസ് അതായത് സ്ഥാനം. അതുപോലെ താഴത്തെ സെക്ഷനിൽ ടേം അഥവാ പദം. നമുക്ക് ഓരോ കോളങ്ങളായിട്ട് കൊടുക്കാം. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് പ്ലേസസ് കൊടുക്കാം. അതായത് ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്, അങ്ങനെ പ്ലേസസ് സ്ഥാനവില കൊടുക്കാം. 1, 2, 3 എക്സെട്ര nth പ്ലേസ്. ഇനി നമുക്ക് ടേംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്ലേസിൽ ഏതാണ് ടേം? അങ്ങനെ എഴുതാം. അതായത് ടേംസ് എന്ന് പറയുമ്പോൾ x1 ഫസ്റ്റ് ടേം is equal to 1, x2 സെക്കൻഡ് ടേം 2, x3 തേർഡ് ടേം 3 എക്സെട്ര xn is equal to n. ഇങ്ങനെ നമുക്ക് പ്ലേസ് വാല്യൂ അതുപോലെ ഇപ്പോൾ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബീജഗണിത രൂപം കാണാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മൾ നോക്കിയത് എണ്ണൽ സംഖ്യകളുടെ ബീജഗണിത രൂപമാണ് അല്ലേ? ഇനി നമുക്ക് ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സിന്റെ ബീജഗണിത രൂപം എങ്ങനെ കാണാം? ഇരട്ട സംഖ്യകളുടെ ബീജഗണിത രൂപം അഥവാ റൈറ്റ് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ്. ഇതും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. x1 is equal to 1 into 2. ഇതെങ്ങനെ 1 into 2 വന്നത്? 1 എന്ന് പറയുന്നത് നമ്മളെ പ്ലേസ് വാല്യൂ, ഒന്നാമത്തെ പദം, ഇൻറ്റു 2 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് 4ൽ നിന്ന് 2 മൈനസ് ചെയ്താണ് 2 അല്ലേ? അതായത് ഇപ്പൊ നമുക്ക് ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലേസ് വാല്യൂ ഇൻറ്റു കോമൺ ഡിഫറൻസ്, സ്ഥാനവില ഇൻറ്റു പൊതുവ്യത്യാസം is equal to 2. ഇനി x2 is equal to സെക്കൻഡ് പ്ലേസ് 2 into 2 4 ഉണ്ടോ? x3 is equal to തേർഡ് പ്ലേസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് 2 is equal to 6 എക്സെട്ര.
അങ്ങനെ പോയി എന്താവും xn is equal to n into 2. That is equal to 2n. അപ്പൊ നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ത് വരും? xn is equal to 2n. മനസ്സിലായോ? ഇത് തന്നെ നമുക്ക് കോളം വരച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. നേരത്തെ പോലെ തന്നെ കോളം വരയ്ക്കാം. അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റത്തേല് എന്ത് കൊടുക്കാം? പ്ലേസ്. രണ്ടാമത്തേല് ടേം. വൺ ടു ത്രീ എക്സെട്ര n അല്ലേ? ഇതുപോലെ തന്നെ ചെയ്യാം. എന്താ വരിക? പ്ലേസ് വാല്യൂ ഇൻറ്റു കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ x1 ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്ലേസ് വാല്യൂ 1 ഇൻറ്റു 2 x2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 x3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2. അങ്ങനെ xn ഈസ് ഈക്വൽ ടു n ഇൻറ്റു 2n. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താ? ഈവൻ നമ്പേഴ്സിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn ഈസ് ഈക്വൽ ടു 2n. ഈ മെത്തേഡിലും ചെയ്യാൻ പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 4, 8, 12, 16 എക്സെട്ര എന്ന സംഖ്യാശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. Write the algebraic expression of the sequence 4, 8, 12, 16 etc. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ സീക്വൻസ് എടുത്ത് എഴുതാം അല്ലേ? arithmetic sequence is equal to 4, 8, 12, 16 etc. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ x1 is equal to എന്താ നേരത്തെ പറഞ്ഞത്? പ്ലേസ് വാല്യൂ ഇൻറ്റു കോമൺ ഡിഫറൻസ് അല്ലെ? പ്ലേസ് വാല്യൂ ഇൻറ്റു കോമൺ ഡിഫറൻസ്. സ്ഥാനവില ഇൻറ്റു പൊതുവ്യത്യാസം. പ്ലേസ് വാല്യൂ എത്രയാ? 1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 8 ന്ന് 4 കുറച്ചാൽ എത്രയാ? 4 അല്ലേ? കോമൺ ഡിഫറൻസ് 4 ഈക്വൽ ടു 4 കണ്ടോ? x1 ഈസ് ഈക്വൽ ടു 4 1 ഇൻറ്റു 4. ഇനി x2 ഈസ് ഈക്വൽ ടു 2 into 4. x3 is equal to 3 into 4. അങ്ങനെ xn is equal to n into 4. It's equal to 4n. അപ്പോൾ ഇതിന്റെ ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ഏതാ? xn is equal to 4n. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതി ബീജഗണിത രൂപം എഴുതുക. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ആദ്യം നമുക്ക് അതിന്റെ ശ്രേണി എഴുതാം. ഏതാണ് 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണികൾ? ഏതൊക്കെയാ? 1, 11, 21, 31 എക്സെട്ര എക്സെട്ര അല്ലേ? അങ്ങനെ പോകും. 1, 11, 21, 31 അങ്ങനെയാണ് 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. നമുക്ക് ചെയ്ത് നോക്കാം. x1 is equal to നമ്മൾ എന്താ പഠിച്ചത്? x1 is equal to പ്ലേസ് വാല്യൂ ഇൻറ്റു കോമൺ ഡിഫറൻസ്. സ്ഥാനവില ഇൻറ്റു എന്താണ്? പൊതുവ്യത്യാസം. പ്ലേസ് വാല്യൂ എത്രയാ? 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ വരുന്നത് ഇവിടെ? 10. 1 ഇൻറ്റു 10 ആണല്ലേ? അപ്പോൾ 1 ഇൻറ്റു 10 നമുക്ക് ഇവിടെ 1 ഇൻറ്റു 10 ആണോ ഫസ്റ്റത്തെ വാല്യൂ? ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഇക്വേഷൻ ഇതാണ്, പ്ലേസ് വാല്യൂ ഇൻറ്റു കോമൺ ഡിഫറൻസ്. ചില സമയത്ത് നമുക്ക് ഈ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചെയ്തതിൻ്റെ കൂടെ പ്ലസ്സോ മൈനസോ ചെയ്യേണ്ടി വരും. ഏതെങ്കിലും നമ്പേഴ്സ് നമുക്ക് പ്ലസ്സോ മൈനസോ ചെയ്താലാണ് നമുക്ക് ഇത് കിട്ടുക. അപ്പോൾ 1 ഇൻറ്റു 10 10 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? 10 ആണ് കിട്ടുന്നത്. പക്ഷെ 10 അല്ല, നമ്മുടെ വാല്യൂ ഏതാ കിട്ടേണ്ടത്? 1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 10ൽ നിന്ന്
9 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 10 മൈനസ് 9 ചെയ്താലാണ് 1 കിട്ടുന്നത്. അപ്പോ 1 × 10 മൈനസ് 9. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ നമ്പർ കിട്ടാനായിട്ട്, അതായത് ശ്രേണിയിലെ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേസ് വാല്യൂ ഇൻറ്റു കോമൺ ഡിഫറൻസ് ചെയ്തതിന് ശേഷം ചില നമ്പേഴ്സ് കൂട്ടേണ്ടതായിട്ടും വരും, ചില നമ്പേഴ്സ് കുറയ്ക്കേണ്ടതായിട്ടും വരും. അപ്പൊ ഇവിടെ നമുക്ക് 1 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 9 കുറയ്ക്കുമ്പോഴാണ് 1 കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആ മെത്തേഡിൽ അങ്ങോട്ട് ചെയ്ത് നോക്കാം. x2 = 2 × 10 മൈനസ് 9, അതായത് 20 മൈനസ് 9 ചെയ്യുമ്പോഴാണ് 11 കിട്ടുന്നത് അല്ലേ? അതുപോലെ x3 = 3 × 10 മൈനസ് 9. ഇനി അങ്ങനെ നമ്മൾ ചെയ്ത് ഏതിലേക്ക് എത്തണം? xn = n × 10 മൈനസ് 9 ഇങ്ങനെ എത്തണം അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? xn = 10n മൈനസ് 9. മനസ്സിലായോ? ഇതിന്റെ ബീജഗണിത രൂപം എങ്ങനെ എഴുതാന്ന്? xn = 10n മൈനസ് 9. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ഇന്ന് 4 പ്രോബ്ലംസ് ആണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ 4 പ്രോബ്ലംസും ചെയ്തതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.